ഇപ്പോൾ കെ അനിൽകുമാർ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. അനിൽകുമാർ, ഇപ്പോൾ തന്ത്രി കണ്ഠര് രാജീവര് SIT കസ്റ്റഡിയിലാണെന്നുള്ള വിവരങ്ങൾ വരികയാണ്. മാത്രമല്ല ഉടൻ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾ കൂടി വരുന്ന ഈ ഘട്ടത്തിൽ എങ്ങനെ ഈ വിഷയത്തോട് പ്രതികരിക്കുകയാണ് താങ്കൾ? കണ്ഠര് ഇപ്പോൾ തന്ത്രി ഒടുവിൽ ചോദ്യമുന്നിലേക്ക് എത്തുമ്പോൾ സ്വർണ്ണപ്പാളി കേസിന് മറ്റൊരു മാനം കൂടി വരികയാണല്ലോ. തന്ത്രിമാരെ രണ്ടാളുകളാണ് ഓരോ കൊല്ലവും മാറി മാറി ശബരിമലയിൽ ചുമതല വഹിക്കുന്നത്. അതിലിപ്പോൾ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുള്ളതും കസ്റ്റഡിയിലാണ് എന്ന് മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതുമായ വ്യക്തിയുടെ കാലത്താണ് പോറ്റി ശബരിമലയിൽ വന്നത്. ഇവരുടെ കാലത്താണ് പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്ത് ഇയാളെ സ്പോൺസർ പോറ്റിയായി നിയമിക്കുന്നത്. ഗോവർദ്ധൻ അവിടെ വരുന്നത്, ഗോവർദ്ധന്റെ സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത് ഈ തന്ത്രിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഞങ്ങളിത് 2-2.5 മാസക്കാലമായി ഞങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന കാര്യമാണ്. എന്തായാലും അന്വേഷണം ആ വഴിക്ക് വന്നു എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ വസ്തുതകളും പുറത്തു വരട്ടെ. തന്ത്രി ഇക്കാര്യത്തിൽ കുറ്റം ചെയ്തു എന്നുള്ള നിലയ്ക്ക് തന്നെയാണോ CPM ഇപ്പോൾ വിശ്വസിക്കുന്നത്? തന്ത്രി അറിയാതെ ഈ കാര്യങ്ങളൊന്നും ഇവിടെ നടക്കില്ല. തന്ത്രി മാത്രമല്ല, ഹൈക്കോടതി അറിയാതെ ഈ കാര്യമൊന്നും നടക്കില്ല. 2019 ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണർ കുറുപ്പ് അവിടെ ഉണ്ടല്ലോ. അവിടെ കൊടിമര പ്രതിഷ്ഠ നടത്തിയല്ലോ 2017. 2017 കൊടിമേരി പ്രതിഷ്ഠയ്ക്ക് നേതൃത്വം കൊടുത്ത് ഹൈക്കോടതിയുടെ കമ്മീഷണറല്ലേ. ആ കമ്മീഷണറുടെ സാന്നിധ്യത്തിലെ കട്ടളപ്പാളി അവിടെ പുനഃസ്ഥാപിക്കുന്നത്. എല്ലാ തലത്തിലേക്കും അന്വേഷണം പോകണം. ഇതാണ് നിങ്ങളുടെ അഭിപ്രായം. ശരി, വളരെയധികം നന്ദി ശ്രീ കെ അനിൽകുമാർ ഈ ഘട്ടത്തിൽ നമ്മളോട് സംസാരിച്ചതിന്.